പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. യേശു കർത്താവിൻ്റെ അനുകാരികളാണല്ലോ നാം. അങ്ങനെയുള്ള നമ്മുടെ ഏറ്റവും വലിയ ഒരു പേർപ്പസ് ഏതാണെന്ന് നോക്കിയാൽ ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നടക്കണം. നമ്മുടെ കമ്പാഷൻ ഉണ്ടല്ലോ, അത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ നാളുകളിൽ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലും നമ്മുടെ ഇടപാടുകളിലും. അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് ഗലാത്യർ 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് വളരെ നാച്ചുറലായി നമ്മുടെ പേർപ്പസ് പുറത്തേക്ക് പോരും. വളരെ ചിന്തയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും നമ്മൾ നമ്മോട് തന്നെ 3 ചോദ്യങ്ങൾ ചോദിക്കണം. ഞാൻ ആരാണെന്നാണ് ദൈവം പറയുന്നത്? ദൈവം എന്നെ എന്തിനാണ് സൃഷ്ടിച്ചത്? ഞാൻ എന്ത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച ദൈവം എന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നത്? ഇതൊക്കെ നമ്മോട് തന്നെ ചോദിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഫെയർ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണമായി കർത്താവിനാലുള്ള വീണ്ടെടുപ്പ്, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പക്ഷവാദം ചെയ്യുന്ന ആ യേശു കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ഞാൻ പറയട്ടെ, വി ആർ കോ വർക്കേഴ്സ് വിത്ത് ഗോഡ് ഇൻ ഹിസ് എക്കണോമി ഓഫ് ലവ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ കരിയർ, നമ്മുടെ എബിലിറ്റി, നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ കരം കൊണ്ട് ഉണ്ടാക്കിയവരാണ്. ക്രിയേറ്റഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ടു ഡു ഹിസ് വർക്ക്സ്. അത് നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് ഒരു കേടും വരാതെ നാം അതിനെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസത്താൽ ഓരോ ദിവസവും ജീവിക്കണം. കുഞ്ഞെ, നീ സമൂഹത്തിലായിരിക്കുമ്പോഴും, നിൻ്റെ ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും, നിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോഴും അങ്ങനെ ജീവിക്കുവാൻ ശ്രമിക്കുക. എന്നെ സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തോട് നാം നന്ദി കാണിക്കുന്നവരായിരിക്കണം. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വഴി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നാം ക്ഷമ ചോദിച്ചേ പറ്റൂ. പ്രാക്ടിക്കലി ആ ഐഡൻറ്റിറ്റി നശിപ്പിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയണമെന്നുള്ളത് നാം വെളിപ്പെടുത്തി തന്നെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നാം ഇങ്ങനെ കാണുന്നു. മാത്യു ചാപ്റ്റർ 22 വേഴ്സസ് 36 to 40. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയതെന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിപ്പാൻ, നമ്മുടെ അയൽവാസികളെ സ്നേഹിപ്പാൻ കുഞ്ഞെ നിനക്ക് കഴിയുന്നുണ്ടോ? വളരെ ഹോണസ്റ്റായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ആ സ്വാധീന വലയത്തിൽ നാം നമ്മളെ തന്നെ സമർപ്പിച്ച്
കൊടുക്കണം. അപ്പോൾ യേശു എന്ത് മനസ്സിൽ ചിന്തിക്കുന്നോ ആ ക്രിസ്തുവിൻ്റെ മനസ്സ് അവൻ നമുക്ക് പൊഴിച്ചിട്ട് തരും. അവൻ്റെ പ്രവൃത്തി നമ്മുടെ കരങ്ങളിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ശക്തിയുള്ളവരായിത്തീരും. അവൻ നമ്മെ ശക്തീകരിക്കും. മദർ തെരേസ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, പുട്ട് യുവർ സെൽഫ് കംപ്ലീറ്റ്ലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ജീസസ് സോ ദാറ്റ് ഹി മേ തിങ്ക് ഹിസ് തോട്ട്സ് ഇൻ യുവർ മൈൻഡ്, സോ ഹിസ് വർക്ക് ത്രൂ യുവർ ഹാൻഡ്സ്, ഫോർ യു വിൽ ബി ഓൾ പവർഫുൾ വിത്ത് ഹിം ടു സ്ട്രെങ്തൻ യു. ഹല്ലേലൂയ. നാം എല്ലാവരും വളരെ കരുതലോടുകൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് റീഓറിയൻറ്റ് ചെയ്ത് യേശുവിനാൽ നമ്മെ എന്ത് പർപ്പസിന് വേണ്ടി ഡിഫൈൻ ചെയ്തുവോ, ഏതാണ് ഏറ്റവും വലിയ 2 കൽപ്പനകൾ, ഇതൊക്കെ മനസ്സിലാക്കി അനുസരിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവ് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ ഒക്കെ തുറക്കട്ടെ. അങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സങ്കീർത്തനം 27:4 ഇങ്ങനെ പറയുന്നു. സാം 27:4, ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. പ്രൈസ് ഗോഡ്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് പോയറ്റാണ് വില്യം ബ്ലേക്ക്. താൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വി ബിക്കം വാട്ട് വി ബിഹോൾഡ്. എന്നൊന്നുകൂടെ പറയാം, വി ബിക്കം വാട്ട് വി ബിഹോൾഡ്. നമ്മൾ നോക്കിക്കാണുന്നതും നമ്മൾ ശ്രദ്ധിച്ചു കാണുന്നത് പോലൊക്കെ നാം ആയിത്തീരും. അതുകൊണ്ട് നമുക്ക് എന്ത് കാണണം? നാം വി ഷുഡ് ബിഹോൾഡ് ദ ബ്യൂട്ടി ഓഫ് ദ ലോർഡ് ഇൻ വർഷിപ്പ് ആൻഡ് ഡിവോഷൻ. നമ്മുടെ ഡിവോഷൻ സമയത്തും നമ്മുടെ ആരാധന സമയത്തും നമ്മുടെ ദൈവത്തിൻ്റെ മനോഹാരിതത്വം ഒന്ന് കണ്ട് തൃപ്തിയടയുവാൻ ദൈവ പൈതലെ നിനക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ? നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. അവൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം കാത്തിരിക്കണം. തീർച്ചയായിട്ടും നമ്മളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾക്ക് മറുപടിയുമായി കർത്താവ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്കൊരു സിംഗിൾ സ്റ്റെപ്പ് പോലും എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ശക്തി കൊണ്ട് ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ദൈവം നമ്മെ ഓരോ ദിവസവും കരം പിടിച്ച് നടത്തും, നമ്മെ ഉയർത്തും. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, അതിൻ്റെ ആ പർപ്പസ് ആരംഭിക്കേണ്ടത് വിത്ത് സിമ്പിൾ അഡ്മിറേഷൻ ആൻഡ് വർഷിപ്പ്. പറ്റുമോ? ദ മോർ വി സീക്ക് ആൻഡ് ബിഹോൾഡ് ദ ബ്യൂട്ടി ഓഫ് ലോർഡ്, ദ മോർ വി ഡ്രോ ക്ലോസർ ടു ഹിം ആൻഡ് റിഫ്ലക്റ്റ് ഹിസ് ഡിവൈൻ ലവ് ഫോർ us. പ്രൈസ് ഗോഡ്. ദൈവത്തെ ആരാധിക്കുന്നതിൽ ഈ ദിവസങ്ങളിൽ കുറച്ചുകൂടുന്ന ശ്രദ്ധ വർദ്ധിപ്പിക്കാമോ? ഇൻക്രീസ് ചെയ്യാമോ? ദൈവത്തെ നോക്കുന്ന, ശ്രദ്ധിക്കുന്ന നമ്മൾ നന്ദിയുള്ളവരായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവം നമ്മളെ അനുഗ്രഹിച്ച, നമുക്ക് വേണ്ടി കരുതി തന്നിട്ടുള്ള, നമുക്ക് വേണ്ടി അവൻ എഴുന്നേറ്റ് വന്നിട്ടുള്ള എല്ലാ വഴികളും എൻ്റെ പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ ഒന്ന് ഓർത്തു നോക്കിക്കേ. എനിക്കാണെങ്കിൽ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ഹല്ലേലൂയ. പറ്റുമെങ്കിൽ അതൊന്ന് എഴുതി നിൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മുമ്പിലൊന്ന് ഡിസ്പ്ലേ ചെയ്തേ. ഓ, ദൈവത്തിന് എന്നോടുള്ള സ്നേഹം, പ്രൈസ് ഗാഡ്, അല്ലെങ്കിൽ ഞങ്ങളോടുള്ള സ്നേഹം, ഞാൻ പറയട്ടെ, നമ്മോട് ഓരോരുത്തരോടുമുള്ള സ്നേഹം എത്ര വലുതാണ്. നന്ദിയുള്ളവരായി നമുക്ക് അവൻ്റെ മുമ്പിൽ ഒരു സമർപ്പിത ജീവിതം നയിക്കാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ മനോഹാരിതത്വം കണ്ട് കർത്താവെ നിന്നെ സ്നേഹിപ്പാൻ, അധികം നിന്നെ സ്നേഹിപ്പാൻ, നിന്നെ അധികം ആരാധിപ്പാൻ
നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൽ ഉറച്ച് വിശ്വസിച്ച് ഓരോ ചുവടും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചുവട് വെച്ച് മുന്നോട്ട് പോകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെല്ലാം പരിപാലിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.